അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന ഒഴിവാക്കാൻ CPIMൽ ആലോചന. തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനാണ് ടേം നിബന്ധന ഒഴിവാക്കുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ സിറ്റിംഗ് MLAമാർക്ക് പകരം വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ല എന്ന തിരിച്ചറിവും കാരണമാണ്. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ 23 മണ്ഡലങ്ങളിൽ CPIMന് പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും. E.P. ജയരാജൻ, A.K. ബാലൻ, തോമസ് ഐസക്, G. സുധാകരൻ മന്ത്രിമാരായിരുന്ന ഒരു പിടി മുതിർന്ന നേതാക്കൾ. ഇവരുടെ പാർലമെന്ററി ജീവിതത്തിനാണ് CPIMന്റെ 2 ടേം നിബന്ധന അവസാനം കുറിച്ചത്. പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നു വന്നു. മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി. വലിയ കയ്യടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ട് CPIMൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന CPIM കർശനമാക്കുമോ എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തുടർഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന CPIM ടേമിന്റെ കാര്യത്തിൽ കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. വിജയസാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണിത്. പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് 60 പേരാണ്. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 23 പേർ തുടർച്ചയായി 2 തവണ ജയിച്ചവരും. പിണറായി വിജയൻ 3ാം ടേമിലും മത്സരിക്കുമെന്ന് ഉറപ്പ്. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല. തലശ്ശേരിയിൽ AN ഷംസീറിന്റെ കാര്യവും ഉറപ്പില്ല. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള MM മണിക്ക് ഉടുമ്പൻചോലയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും. കൊല്ലത്ത് M. മുകേഷിനും കായംകുളത്ത് U. പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും. പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കും. പാർട്ടി കോട്ടകളിൽ നിന്ന് ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയസാധ്യതയെ ബാധിക്കും. മാനന്തവാടിയിൽ മന്ത്രി OR കേളു, കോതമംഗലത്ത് ആന്റണി ജോൺ, ആറന്മുളയിൽ വീണ ജോർജ്, ഇരവിപുരത്ത് M. നൌഷാദ്, വർക്കലയിൽ V. ജോയ്, വാമനപുരത്ത് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയിൽ IB സതീഷ്. ഇവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി CPIM കാണുന്നുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും കോന്നിയിൽ KU ജനീഷ് കുമാറും 2 തവണ MLAമാരായവരാണ്. എന്നാൽ 3 പേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പ്. ചുരുക്കത്തിൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന വലിയ ലക്ഷ്യം മുന്നിലുള്ള CPIM ഇത്തവണ ടേം നിബന്ധന ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. VV അരുൺ, News 18, തിരുവനന്തപുരം.